ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തന്നെ ആദ്യം ഞാൻ പോയി നോക്കിയിട്ട് വെട്ടം ഉണ്ടെന്നാണ്. വെട്ടം വന്നിട്ടില്ല, പക്ഷേ വെട്ടം വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് ഞാൻ വെതറിൽ കണ്ടായിരുന്നു. നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എനിക്ക് 9 മണിക്ക് ഒരു ട്രെയിനിങ് ഉണ്ട്, അതിന് പോകണം. ഞാൻ ശരിക്കും വെളുപ്പിന് 2:30 എണീറ്റതാണ്. പിന്നെ എനിക്ക് ഉറക്കം വന്നതില്ല, സോ ഭയങ്കര ക്ഷീണമാണ്. കിച്ചണൊക്കെ ഭയങ്കര അലമ്പായിട്ട് കിടക്കുന്നു. സോ അത് ഞാൻ ആദ്യം തന്നെ ഒന്ന് വൃത്തിയാക്കി. എൻ്റെ പുതിയ പ്യൂമ ക്യാറ്റാണ് കേട്ടോ. പുതിയതല്ല, ഡിസംബറിൽ കിട്ടിയതാണ്. എനിക്ക് ചിക്കു മേടിച്ചതെന്നാണ്, പക്ഷേ ഇതുവരെ ഇടാൻ പറ്റിയില്ല. ബിക്കോസ് ജാനുവരിയിൽ എമർജൻസി ആയിട്ട് നാട്ടിൽ പോയതുകൊണ്ട് ഈ വക സാധനങ്ങളൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു, എടുക്കാൻ പറ്റിയ സിറ്റുവേഷനും ആയിരുന്നില്ല. സോ ആദ്യമായിട്ട് ഞാൻ ഈ ഷൂസ് ഇടുകയാണ്. അതിന് പറ്റിയ ഒരു കോട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? ഇന്നെങ്കിലും ഊബർ എടുത്ത് കാശ് കളയരുതെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷെ പറ്റിയില്ല. എനിക്ക് ബസ് കിട്ടിയില്ല, സോ ഞാൻ ഊബർ എടുക്കേണ്ടി വന്നു. അങ്ങനെ നമുക്ക് ട്രെയിനിങ്ങിന് കയറാം. ട്രെയിനിങ്ങിന് കയറി ഇടയ്ക്ക് ബ്രേക്ക് കിട്ടിയപ്പോൾ ഞാൻ ഈ വക സാധനങ്ങളൊക്കെ വലിച്ചു വാരി കഴിച്ചു കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ പട്ടികളെടുക്ക ആൾക്കാർ നടക്കാൻ പോകുന്നുണ്ട്. കാണുമ്പോൾ എനിക്ക് അസൂയാണ് വരുന്നത്. എനിക്കിവിടെ പട്ടിയില്ല. പട്ടി മേടിക്കാനൊക്കെ പ്ലാൻ ഇട്ടു, പക്ഷേ വിചാരിച്ചു വേണ്ട. ഇവരേറ്റിട്ട് പിന്നെ നമ്മൾ ഷിഫ്റ്റിന് പോകേണ്ടി വരും, വീട്ടിൽ പോകേണ്ടി വരും, നാട്ടിൽ പോകേണ്ടി വരും. ഇതൊക്കെ സീനാണ്. ആർക്കും ഇവിടെ ട്രോളിയൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്തിലൂടെ കയറി പോവുകയാണ്. ഊടുവഴിയാണ്. പാതി ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണി പാളിയെന്ന്. ദേ ഫുള്ള് ചെളിയാണ്, ബിക്കോസ് ഇവിടെ എന്നും മഴയാണല്ലോ. അങ്ങനെ പ്യൂമ ക്യാറ്റ് ഞാൻ ഫുള്ള് ചെളിയിൽ മുക്കിയിട്ടാണ് വന്നത്. അതിനുശേഷം നമ്മൾ ഒരു കടയിൽ കയറി കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ ഫൈനലി ഹോം. ഒരു 55 മിനിറ്റ് നടന്നിട്ടാണ് കേട്ടോ ഞാൻ വീട്ടിലെത്തിയത്. സോ ഐ ആം സോ പ്രൗഡ് ഓഫ് മീ. ക്ഷീണമാകാമല്ലോ, സോ അതുകൊണ്ട് ഒരു ജ്യൂസും കുറച്ച് പിസ്തയും കഴിച്ചു. പിന്നെ ഒരു ഹോം ടൂറ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹോം ടൂറല്ല, ഇത് കഴിഞ്ഞിട്ട് വേറെ 3-4 കണ്ടു. കാര്യം വീടെന്ന് പറയുമ്പോൾ എനിക്കൊരു ഭ്രാന്താണ്. അതിട്ട് വലിയൊരു പണി ഉണ്ടായിരുന്നു. ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് നമുക്ക് ചെറിയൊരു പണിയല്ല, വലിയൊരു പണി. ബിക്കോസ് വേസ്റ്റ് കളയണം. വേസ്റ്റ് അവിടെ കെട്ടിയെടുത്ത് വെച്ചപ്പോൾ തന്നെ ഫുള്ള് താഴെ വെള്ളമായി, തറ ഫുൾ അലമ്പായി. പക്ഷേ പുറത്തോട്ട് ഇറങ്ങിയത് വേർതായിരുന്നു. അതേ കണ്ടില്ലേ, നല്ല സൂര്യാസ്തമയ സമയമായിരുന്നു. ഇവിടെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു കാഴ്ചയാണിത്. അപ്പോൾ ഫുഡ് വേസ്റ്റ് ഒരെണ്ണത്തിലും ബാക്കിയുള്ള വേസ്റ്റ് മറ്റേതിലുമാണ് ഇടേണ്ടത്. അതൊക്കെ ഇട്ടതിന് ശേഷം തിരിച്ചു വന്ന് നല്ല ഒരു കുളി പാസ്സാക്കി. ഇനി നമുക്ക് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ, ഞാനങ്ങനെ എല്ലാ ദിവസവും ചെയ്യാറില്ലെങ്കിലും എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യുന്ന ഒരു സംഭവമാണ് ജസ്റ്റ് ഒരു ചന്ദനത്തിരിക്കൊക്കെ കത്തിച്ച് വെച്ചാൽ ഞാൻ ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് ഒടുക്കത്തെ വിശപ്പായിരുന്നു. രാവിലത്തെ അതേ ഫുഡ് തന്നെയാണ് ഞാൻ വൈകുന്നേരം കഴിക്കുന്നത്. ബിക്കോസ് എനിക്ക് ഉണ്ടാക്കാൻ വയ്യ, ഒടുക്കത്തെ മടിയാണ്. ഇതിനിടയിൽ ഇതേ ചിക്കു വന്നായിരുന്നു കേട്ടോ. ചിക്കു വന്ന് ഫ്രഷായി വന്നപ്പോൾ ചിക്കുവിന് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്ത് കൊടുത്തു. ഞാൻ ഒരു ചായയൊക്കെ ഇട്ടു, സ്നാക്സൊക്കെ ആയിട്ട് നമ്മളങ്ങനെ ഇരുന്നു. അതിനുശേഷം സ്കിൻ കെയർ വലുതായിട്ടൊന്നുമില്ല, ഒരു നൈറ്റ് ക്രീമൊക്കെ ഇട്ടു. എൻ്റെ നൈറ്റ് എങ്ങനെയുണ്ട്, മിന്ത്രയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കിടന്നു. ഞാനിപ്പോൾ വായിക്കുന്ന ബുക്കാണിത്. ഈ ബുക്കും വായിച്ചാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ ശുഭരാത്രി.